ഹായ് ഹലോ, ഞാൻ ഇന്നിവിടെ മീനില്ലാതെയും മീൻകറിയുടെ രുചിയിൽ നേന്ത്രക്കായ കൊണ്ട് ഒരു കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് എക്സ്പെഷ്യലി വെജിറ്റേറിയൻസിനും നോയമ്പ് കാലത്തും ഒക്കെ പരീക്ഷിക്കാവുന്ന ഒരു കറിയാണ്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് 8 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ടു വരുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഇതിവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി. കറിക്ക് നല്ല കൊഴുപ്പും കളറും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഇവിടെ ഇതിന്റെ പച്ചമണം മാറിയിട്ടുണ്ട്. നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന കുടംപുളി ചേർത്ത് കൊടുക്കാം. 2 ചെറിയ കഷ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1.5 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് ഇളക്കി നന്നായിട്ടൊന്ന് ചെറിയ തിള വരുന്നത് വരെ മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നന്നായി തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നേന്ത്രക്കായ കഷ്ണങ്ങളാണ് ഞാനിവിടെ ചേർക്കുന്നത്. 2 ചെറിയ നേന്ത്രക്കായാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് നന്നായി ഇളക്കി മൂടി വെച്ച് നമുക്ക് ഒരു 8 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പൊ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കായ ആയതുകൊണ്ട് അത് ഇടയ്ക്ക് ചട്ടിയുടെ അടിയിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത്. ഇനി അടച്ചു വെച്ച് നമുക്കൊരു 4 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ മൊത്തം 8 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നേന്ത്രക്കായ കുക്കായിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുളി കൂടുതലാണെങ്കിൽ പുളി നമുക്ക് കറിയിൽ നിന്നും എടുത്തു മാറ്റാവുന്നതാണ്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് മൂടി വെച്ച് 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പൊ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറും കൊഴുപ്പും ഒക്കെ ചേർന്ന നല്ല അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഒരു കറിയാണേ. നിങ്ങൾ മറക്കാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.